വെൽക്കം ബാക്ക് ടു അവർ വെൽക്കം ബാക്ക് ടു അവർ ഗൗരിഡനി ഒഫീഷ്യൽ. ഇത് കട്ട് ചെയ്യത്തില്ല ഞാൻ, സീരിയസ്ലി കട്ട് ചെയ്യത്തില്ല. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഗൗരിഡനി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇല്ലില്ല, ഇത് കട്ട് ചെയ്യൂല, കട്ട് ചെയ്യത്തില്ല ഗൈസ്, ഇത് ഇങ്ങനെ തന്നെ പോകും. ഇതിങ്ങനെ തന്നെ പോകുള്ളൂ. പറ എന്താണ് നമ്മുടെ ഇന്നത്തെ വ്ലോഗ്? ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഒക്കെ ഞാൻ പറഞ്ഞു, വെൽക്കം ബാക്ക് ഒക്കെ ഞാൻ പറഞ്ഞു. എന്താണ് നമ്മുടെ വ്ലോഗ്? എന്താണ് ഇന്ന് ഞാൻ ടാറ്റു ചെയ്യാൻ പോവാണ് ഗൈസ്. Going to get my second tattoo. സെക്കൻഡ് ടാറ്റു എന്ന് പറയുമ്പം അമ്മയായിട്ട് റിലേറ്റ് ചെയ്തൊരു ടാറ്റു ആണ്. അമ്മയ്ക്ക് സർപ്രൈസ് ആണ്, പക്ഷെ ഞാൻ അതിപ്പോ പറയത്തില്ല. നിങ്ങൾ പിന്നെ ഈ വീഡിയോ പറ്റേ 10 സെക്കൻഡ് എന്തായാലും 10 സെക്കൻഡ് അടിച്ച് കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക് അങ്ങനെ അടിച്ചടിച്ച് കാണരുത്, ഇത് ഫുള്ളായിട്ട് കാണണം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അതെ, നമുക്ക് കിട്ടിയ റിപ്പോർട്ട് അതാണ്. അപ്പം ഇന്നത്തെ വ്ലോഗ് അതാണ് ഗൈസ്. അപ്പം അമ്മയ്ക്ക് ഒരു സർപ്രൈസ് ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഇത് സത്യം പറഞ്ഞാൽ 2 ദിവസം മുമ്പ് പ്ലാൻ ചെയ്തു, അപ്പം നടന്നില്ല, അമ്മ അവൈലബിൾ അല്ലായിരുന്നു. പിന്നെ അമ്മയുടെ ഡേറ്റിന് ഇത് മാറ്റി. എന്തായാലും ഇന്ന് അവൈലബിൾ ആണെന്നൊക്കെയാണ് പറഞ്ഞത്, എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഡെന്നിയാണ് അമ്മയെ കൊണ്ടുവരുന്നത് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി. അത് കുളവായ ഇച്ചാനാണ് എല്ലാത്തിനും ഉത്തരവാദി. കുളവായ ഇച്ചാനാണ് ഉത്തരവാദി. ഇച്ചാനാണ് ഉത്തരവാദി. അത് കുളവായില്ലെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് ഫുൾ എനിക്കാണ് ഗൈസ്. ചുമ്മാ എന്റെ ഡാഡിനിക്കാണ് കരുത. ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോ നീ തന്നെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയെന്ന്. എനിക്ക് രാവിലെ ഇപ്പൊ സമയം 11:45. ഒരു ശരാശരി മനുഷ്യന് ഉച്ചയൂണ് കഴിക്കാനുള്ള സമയമായി. എന്നാണ് ഉറക്കക്ഷീണം ഇല്ലാത്തത്? ഉറക്കക്ഷീണം ഇല്ലെന്നാണ്. ഇപ്പൊ എവിടെ കൊണ്ടിരുന്ന അവിടെ ഇരുന്ന് ഉറങ്ങും. ഞാൻ എന്താ പറയാ വന്നത്, നമ്മള് യൂട്യൂബിൽ നിന്ന് നമ്മൾ ടാറ്റു ചെയ്യാൻ പോണത് എന്റെ ഫസ്റ്റ് ടാറ്റു ചെയ്ത സ്ഥലത്ത് തന്നെയാണ്. ഫസ്റ്റ് ടാറ്റു ചെയ്തത് ഞങ്ങള് വ്ലോഗൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ചില ടെക്നിക്കൽ ഇഷ്യൂ കാരണം നമുക്കത് വ്ലോഗായിട്ട് നിങ്ങളുടെ അടുത്ത് എത്തിക്കാൻ സാധിച്ചില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ അതേ സ്ഥലത്താണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ടാറ്റു. വിനു ടാറ്റു സ്റ്റുഡിയോ അല്ലേ, വിനു ടാറ്റു സ്റ്റുഡിയോ. അപ്പം അവിടെ തന്നെ ഫസ്റ്റ് ടാറ്റു ചെയ്തുകൊണ്ട് എനിക്ക് സെക്കൻഡ് ടാറ്റു അവിടെ തന്നെ കംഫർട്ടബിൾ, അവിടെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അടിപൊളിയായിട്ട് ചെയ്യുക ചേട്ടൻ. അപ്പം ഞങ്ങൾ രണ്ടിരുന്ന് പൊക്കോണ്ടിരിക്കുകയാണ് കേസ്. ഇത് എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് അറിയത്തില്ല. ഡെന്നിയുടെ കയ്യിലാണ് എല്ലാം. ഡെന്നിയാണ് ഈ വ്ലോഗും ഈ ഒരു സാധനം ലീഡ് ചെയ്യുന്നത്. വൈകിട്ട് ഈ ടാറ്റു ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അമ്മയെ കറക്റ്റ് സമയത്തിന് എത്തിക്കാതെ, അല്ലെങ്കിൽ അമ്മയ്ക്ക് അതിൻ്റെ ഇടയിൽ ചില ക്ലൂ എല്ലാം കിട്ടിയ, സാധാരണ അമ്മ എല്ലാം കണ്ടുപിടിക്കുന്ന കൂട്ടത്തിലാണ്. ഇത് കണ്ടുപിടിക്കാതെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാനൊരു ഷൂട്ടുണ്ടെന്ന് പറഞ്ഞാൽ വീട്ടിൽ അമ്മ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്താലോ നമുക്ക്? നമ്മൾ ഈ ഓൺ ദി വേ റോഡിൽ ഇങ്ങനെ എത്തിയ ഈ ടാറ്റു സ്റ്റുഡിയോയുടെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് മനസ്സിലാവൂലേ സംഭവം എന്തായിരിക്കും? ബ്ലൈൻഡ് ഫോൾഡ് ചെയ്താലോ? എന്താ ഒരു ഉഷാറില്ലാത്ത? എന്തായാലും അമ്മ സർപ്രൈസ്ഡ് ആവും, അത് എനിക്ക് ഉറപ്പാണ്. 101% എനിക്ക് ഉറപ്പാണ്. ഇത് സർപ്രൈസ് ആയില്ലെങ്കിൽ ഇത് എനിക്ക് ട്രോള് വരും, എന്തായാലും ട്രോള് വരും. 101% ഉറപ്പാണ്. എനിവേ നമുക്ക് കാണാം ഗൈസ്.
നമ്മൾ വിനു ടാറ്റൂ സ്റ്റുഡിയോയിലാണ് ടാറ്റൂ ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഫസ്റ്റ് ടാറ്റൂ ഇവിടെ തന്നെയായിരുന്നു. സോ ഇവിടെ തന്നെ നമ്മൾ നമ്മുടെ സെക്കൻഡ് ടാറ്റൂവും ചെയ്യാനായിട്ട് വന്നു. ഡെന്നിസ് രഞ്ജിത്ത്, you are looking so handsome today. ഓ ചുമ്മാ ഞാനിത് പറഞ്ഞോണ്ടല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഹായ് ഗൈസ്. എന്താ അയ്യോ എന്നൊക്കെ ക്യാമറ കാണിച്ചപ്പോ അയ്യോ. ഹായ് പറ, ഇത്ര ജാടൊന്നും ഇടാതെ ഹായ് പറ. ടേക്ക് ഓവർ ചെയ്തോ. വെള്ളം കൊള്ളുന്നില്ല, 3 മണിക്ക് ഇരിക്കണ്ടേ. അങ്ങനെ ഓഫർ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ബൈറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങളിതാ ചെയ്യാൻ വേണ്ടി പോവാണ്. ഡെന്നിക്ക് വർക്കുണ്ട്. അപ്പോൾ ഡെന്നിനെ ആക്കിയിട്ട് പോയി. കുറച്ച് നേരം ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ ആക്കിയിട്ട് പോയി. അപ്പോൾ ഞങ്ങൾ ടാറ്റൂസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ചെറിയ കയ്യിൽ ആ സൈഡിനേക്കാളും ഇത് നല്ലതാണ്, ബെറ്റർ ഓപ്ഷൻ. നമ്മൾ ഇവിടെ വെക്കുന്നതിനേക്കാളൊക്കെ ഒതുങ്ങിയിരിക്കുന്നത് ഇവിടെയാണ്. അല്ലേ അല്ലടാ? അതാണ് മാക്സിമം ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം അടിപൊളിയായിട്ട് ചെയ്താൽ ഫേസ് ആയതുകൊണ്ടാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടി ഇല്ലാതെ അമ്മയെ വിളിക്കും. ഇങ്ങനെയൊക്കെ അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടി ഒപ്പിച്ചിട്ടല്ലേ നമ്മൾ വിളിക്കത്തുള്ളൂ അമ്മേനെ. അമ്മ കേറ്. എല്ലാരും സൈലന്റായി. ആരാണ് ടാറ്റൂ മാസ്റ്റർ? ചേട്ടനാണ് ഇതും ചെയ്തത്. ഇതാണ് കുറച്ച് ദിവസം മുമ്പ് ഇങ്ങനെ ഇവിടെ കോർഡിനേറ്റർ ഇതാണ്ട് ഫിനിഷ്. ഇതാണ് നമ്മുടെ ക്യാമറമാൻ. ഹാപ്പിയായ എന്താണ് പറയാനുള്ള? എന്താ പറയാ, വാക്കുകളെ വരത്തില്ലല്ലോ. കുഞ്ഞ കണ്ടില്ല.
യെസ്, നമ്മൾ വിജയിച്ചു. നമ്മൾ വിജയിച്ചു. കറക്റ്റ് കിട്ടിയ ഒരു ചില കാര്യത്തില് വാക്കുകളെ കിട്ടില്ലല്ലോ. പിന്നെ എല്ലാരും കളിയാക്കിയമ്മ. ഇനി അമ്മ വന്നിട്ട് നീ ഇതെന്താ ചെയ്തോ എല്ലാരും കളിയാക്കി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വ്ളോഗിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു 101% അമ്മ നെട്ടും സർപ്രൈസ്ഡ് ആവുന്നു. ട്രോള് വരുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ ട്രോള് വന്നില്ല. യെസ്, വിജയിച്ചു വിജയിച്ചു വിജയിച്ചു. നമ്മുടെ മുഖം മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെ ടാറ്റു പോലെയൊക്കെ വരാന്ന് പറയുന്നത്, അത് പ്രത്യേകിച്ച് എൻ്റെ മകള് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ വെരി ഹാപ്പി. കുറച്ച് ദിവസം കൊണ്ട് പറയുന്നു. അതെ, ചെയ്യണം ചെയ്യണം ചെയ്യണം. ഇവളിങ്ങനെ അത്യാവശ്യം കുരുത്തക്കേടുകളുള്ളതുകൊണ്ട് നമ്മളൊന്നും ഞാനൊന്നും ഇങ്ങനെ കാര്യമാക്കാറില്ല. ഒരു കാര്യങ്ങളും ഇവള് പറയണ ഒരു കാര്യം കാര്യമാക്കാറില്ല. ഞാനിപ്പോ മോനോട് പറയുന്നത് മതിയായിരുന്നു, എനിക്ക് ഭയങ്കര സീരിയസ് ആയിട്ട് വയ്യ, അപ്പൊ ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ വരുന്നവരെ അപ്പോഴും അവിടെ ചോദിക്കും നമ്മ കല്യാണത്തിന് മറ്റേ കളർ സാരിയാണോ, അവൾക്കത് അറിയില്ല. അപ്പൊ ഡെന്നിമോന്റെ വീട്ടിലാണെങ്കിലും അവിടുത്തെ അമ്മ ഹോസ്പിറ്റലിൽ അവിടെ ചോദിക്കും വൈകുന്നേരം നമ്മൾ എവിടെ ഫുഡ് കഴിക്കാൻ പോണത്, അതാണ് ഇവളുടെ ഇത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു കാര്യവും കാര്യമാക്കാറില്ല. പക്ഷെ ഇവളായതുകൊണ്ട് പക്ഷെ ഞെട്ടിച്ചു. ഫോട്ടോ ഇഷ്ടപ്പെട്ട ഇത് മഞ്ജു ചേച്ചിയുടെ മോള് ദിയ ചെയ്തപ്പോ, മഞ്ജു ചേച്ചി ചെയ്തപ്പം എനിക്ക് ചാറ്റ് പിടിക്കുന്ന ഭയങ്കര പേടിയാണ്. ഞാനൊരു 5-6 years ആണ്, 5 years or 6 years ആണ്. ഞാനവിടെ അജു എന്ന് പറഞ്ഞ അവിടെ ബെല്ല ഗ്ലാമോറയിലാണ് ടാറ്റു ചെയ്തത്. അത് തന്നെ എത്രയോ വർഷം ഞാൻ വെയിറ്റ് ചെയ്ത്, എനിക്ക് ഭയങ്കര പേടിയാണ്, സൂചി ഭയങ്കര പേടിയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഒത്തിരി വർഷം വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ടാറ്റു ചെയ്തത്. അപ്പം മഞ്ജു ചേച്ചി മോളുടെ ചെയ്തതാണ് എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പേടിയാണല്ലോ, ചെയ്യാൻ പറ്റില്ല. പക്ഷെ മോള് ചെയ്തപ്പം അവള് ചെയ്തത് കണ്ടപ്പോഴും എനിക്ക് കണ്ണ് നിറഞ്ഞു. ഞാൻ പിന്നെ മഞ്ജു ചേച്ചി എപ്പോഴെങ്കിലും കാണുമ്പോൾ പറയണമെന്ന് വിചാരിച്ചു, പക്ഷെ എപ്പോഴും ഞങ്ങൾ തിരക്കിനിടയിലാണ് കാണുന്നത്, അപ്പം അതൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. പക്ഷെ ഇവളിത് ചെയ്യുമെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. താങ്ക് യു സോ മച്ച്. യെസ്, ഓക്കെ താങ്ക് യു സോ മച്ച് എല്ലാവരോടും. ടാറ്റു എന്ന് പറയുമ്പോൾ അത് ലൈഫ് ലോങ് ആയിട്ട് കിടക്കണ ഒന്നല്ല, അത് ഒരു വലിയ ആർട്ടാണ്. ചേട്ടൻ എന്നെ ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആക്കി അങ്ങനെ. ഫോട്ടോ ഇഷ്ടപ്പെട്ടാ? പിന്നെ കണ്ടു ഞാനതാണ് ഡീറ്റെയിലിംഗ് ആണ് നോക്കണം. ആക്ച്വലി ഞാൻ കണ്ണ് നിറഞ്ഞ അമ്മക്ക്. ക്യാമറ ഓണല്ലേ? നമുക്ക് സെൽഫി എടുക്കാം. ചെയ്തത് അപ്പം പക്ഷെ എന്റെ മുഖം ചെയ്യുന്ന ആളിനെ ഒട്ടും മറക്കാൻ പാടില്ലല്ലോ. ഒരുപാട് വലിയ ടാറ്റോസ് ചെയ്യാൻ പറ്റട്ടെ, എല്ലാം ഗംഭീര വിധ. പക്ഷെ ഇവിടെ ശരിക്കും ആർട്ടിസ്റ്റാ. അപ്പം സന്തോഷമായല്ലോ. അപ്പൊ ഈ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ 10 സെക്കൻഡ് അടിച്ചടിച്ച് കളയായിരുന്നു നിങ്ങൾ. ലൈക്ക് ടാറ്റു കാണാൻ വേണ്ടിട്ട് നിങ്ങൾ ഇരുന്ന് കാണണം. കുറെ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നുണ്ട്. റിപ്പോർട്ട് അപ്പൊ ഞാൻ കൊടുത്ത റിപ്പോർട്ടാണ്. അപ്പൊ ഗൈസ്, ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ടേക്ക് കെയർ. ബൈ ബൈ ബൈ.